السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. الحمد لله. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കുന്ന അറിവുകൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിനം ഒരു അറിവ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം പഠിക്കുന്ന അറിവ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാമ്പത്തികമായി വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. ജോലിയില്ല, വളരെ കഷ്ടപ്പാട്, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും വളരെ ടെൻഷനും പ്രയാസവും ജീവിതത്തിൽ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും നടുവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ പ്രയാസത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും മനസ്സിന് സമാധാനം ലഭിക്കുന്ന ഒരു ഹദീസാണ് നാം പഠിക്കുന്നത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹു വമാ അലൈഹി ഖതീഅതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു മുഅ്മിനായ ഒരു ആണിനും ഒരു പെണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും പരീക്ഷണങ്ങൾ അദ്ദേഹത്തെ ഒരു ജീവിതത്തിൽ, സമ്പത്തിൽ, അല്ലെങ്കിൽ മാനസികമായി, ശാരീരികമായി, അങ്ങനെ മക്കളിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുകയാണെങ്കിൽ അതിലൂടെ ആ മനുഷ്യന് കിട്ടുന്ന നേട്ടം എന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇവ കാരണമായി അവരുടെ പാപങ്ങൾ കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ചെയ്തിരുന്ന പാപങ്ങൾ അത് കാരണം അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. അങ്ങനെ അവർ മരണപ്പെട്ടതിന് ശേഷം അവരുടെ മേൽ ഒരു പാപവും ശേഷിക്കാത്ത അവസ്ഥയിൽ നാളെ അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രവാചകൻ പറയുന്നു, അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം, രോഗമാകട്ടെ, അല്ലെങ്കിൽ മരണങ്ങളാകട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളാകട്ടെ, ഇതിലൂടെ നമുക്കുണ്ടാകുന്ന നേട്ടം അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയാണ്. അങ്ങനെ പാപങ്ങൾ പുറത്തു തന്ന് നാളെ മരണപ്പെട്ടു പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് അവൻ കടന്നു ചെല്ലുമ്പോൾ പാപങ്ങളൊന്നും ചെയ്യാത്തവനായി, അവന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടവനായി നിലയിൽ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മറ്റൊരു ഹദീസിൽ കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്നല്ലാഹ യഖൂൽ ഇദ ബതലൈതു അബ്ദൻ മിൻ ഇബാദിൽ മുഅ്മിൻ. ഒരു മുഅ്മിനായ ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു പരീക്ഷണം, ആപത്തോ പ്രയാസമോ രോഗമോ മറ്റേതെങ്കിലും ഒരു പരീക്ഷണം അല്ലാഹു ആ മനുഷ്യന് കൊടുത്തു. ആ പരീക്ഷണം ആ മനുഷ്യനിലേക്ക് കടന്നു വന്നപ്പോൾ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് കടന്നു വന്നത് എന്ന് മനസ്സിലാക്കി തൃപ്തിപ്പെട്ടവനായ നിലയിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഇപ്രകാരം കൽപ്പിക്കുന്നതാണ്, ഈ മനുഷ്യൻ ആരോഗ്യവാനായിരുന്ന സമയത്ത് എങ്ങനെയാണോ ഈ മനുഷ്യന് നിങ്ങൾ നന്മ എഴുതിക്കൊണ്ടിരുന്നത്, അതുപോലെ ഈ മനുഷ്യൻ ആരോഗ്യം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഈ സമയത്തും അദ്ദേഹത്തിന് മുഴുവൻ നന്മകളും നിങ്ങൾ എഴുതണമെന്ന് അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം നമുക്ക് അതിലൂടെ അള്ളാഹു നമ്മളോട് ഒരുപാട് നന്മകൾ അള്ളാഹു നമുക്ക് അതിലൂടെ തരികയാണ്. നമുക്കൊരു തലവേദനയാകട്ടെ, ഒരു പനിയാകട്ടെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ വഇക ലൈലതൻ ഫസബറ വറളിയ ബിഹാ അനില്ലാഹ് ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു രാത്രി പനി ബാധിക്കുകയും അവൻ ക്ഷമിക്കുകയും ആ പനിയുള്ളതിനോട് കൂടി അവൻ അള്ളാഹുവിനെ കുറിച്ച് തൃപ്തനാവുകയും ചെയ്താൽ തന്റെ മാതാവ് പ്രസവിച്ച ദിവസത്തിലുള്ളതുപോലെ അവന്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു അവന് പുറത്തവനെ ശുദ്ധീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരു പനിയുണ്ടായാൽ ആ പനിയിലൂടെ ഒരു രാത്രി നമുക്കൊരു പനി പിടിച്ചാൽ ആ പനിയിൽ അള്ളാഹിനെ കുറ്റപ്പെടുത്താതെ അത് റബ്ബിന്റെ തീരുമാനമാണെന്ന് ക്ഷമിക്കുന്നതിലൂടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പൊറുക്കുകയാണ്. എന്തനുഗ്രഹമാണ് പടച്ചവൻ നമുക്ക് തരുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഏത് വിഷയത്തിലാണെങ്കിലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം, സഹിക്കാൻ കഴിയണം. അതിൽ നമ്മൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം. സന്തോഷത്തിന്റെ വേളയിൽ മാത്രമല്ല, ദുഃഖത്തിന്റെ വേളയിലും നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കാൻ തയ്യാറാകുമ്പോൾ അതിലൂടെ എൻ്റെ പ്രിയമുള്ള സഹോദരനെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായാൽ
അതിലൂടെ നമുക്ക് നേട്ടം. ഒരു രോഗമുണ്ടായി, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. നമ്മൾ ക്ഷമിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നേട്ടം. അൻ അബി ഉമാമത്തൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മാമിൻ അബ്ദിൻ തളറഅ മിൻ മറദി ഇല്ലാ ബഅസഹുല്ലാഹു മിൻഹു ത്വാഹിറൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദാസന് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്തു, അതിൽ ക്ഷമിക്കുകയും താഴ്മ കാണിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ അനുഭവിച്ച വേദന പ്രയാസങ്ങൾക്ക് പകരം അല്ലാഹു അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുകയും അവന്റെ രോഗത്തിന് അല്ലാഹു ശമനം കൊടുക്കുകയും ആരോഗ്യം നൽകുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രോഗം നമുക്ക് തന്നതിന്റെ പേരിൽ നമ്മൾ ക്ഷമിച്ച് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ തയ്യാറായാൽ അള്ളാഹു നമ്മുടെ രോഗം മാറ്റി നമുക്ക് ആരോഗ്യം തരും. അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ രോഗസന്ദർശനം നടത്താൻ വരുന്നവരോട് അവരാതി പറയലല്ല. അവലാതി പറയുന്നതിലൂടെ നമുക്ക് വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച്, നിഅമത്തുകളെ തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുകയും റബ്ബിന് ശുക്ർ ചെയ്യുകയും ചെയ്യുക. ക്ഷമിക്കാൻ തയ്യാറായാൽ അതിലൂടെ നമുക്ക് വലിയ നേട്ടം. ഒരു കാലിൽ മുള്ളുകൊണ്ടാൽ പോലും അതിലൂടെ നമുക്ക് നേട്ടമേ ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരുപാട് നല്ല കാലം സന്തോഷവും എല്ലാം നമുക്കുണ്ടായിരുന്നു. പരീക്ഷണങ്ങൾ വരുമ്പോൾ ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനും സഹിക്കാനും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും നമുക്ക് കഴിയണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നതിൽ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. യകൂനു ലഹു ഇൻദല്ലാഹി മൻസിലത്തർ റാഫിഅ. അള്ളാഹുവിന്റെ മുന്നിൽ വലിയ പദവി അള്ളാഹു നമുക്ക് അതിലൂടെ തരും. അള്ളാഹുവിനെ ക്ഷമിക്കുകയും നമുക്ക് രോഗങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളുണ്ടായ സമയത്ത് ക്ഷമിച്ചതിന്റെ പേരിൽ, സഹിച്ചതിന്റെ പേരിൽ വലിയ പദവി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമെന്ന് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ക്ഷമിക്കാൻ കഴിയണം. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ നമ്മൾ അധികമായിട്ട് പറയുക പ്രയാസത്തിന്റെ സമയത്ത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കാരണം പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ശിഫാഉ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ക്ലാസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. വ ആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.